everyone, welcome back to our channel Food and Beauty. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ചീരക്കറിയാണ് കേട്ടോ. ഭയങ്കര ഡെലീഷ്യസ് എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള കറിയാണ്. നല്ല എരിവിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു കറി മാത്രം മതി. അപ്പോൾ കറികളൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന പേരില്ലാത്തൊരു കറിയാണ്. വളരെ ഈസിയാണ്. നമുക്കൊരു കുക്കർ എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 3 പച്ചമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള കുത്തി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഉള്ളി ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. വലിയ പീസായാലും കുഴപ്പമില്ല. നമ്മളിത് നല്ലപോലെ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അവസാനമായിട്ട് ഒരു വളം ചീര കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു ഗ്ലാസോളം വെള്ളം മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നല്ലപോലെ കുക്കർ ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 3-4 വിസിലടുപ്പിച്ച് എടുക്കാം. എത്രത്തോളം വെന്തുടയുന്നോ അത്രത്തോളം ടേസ്റ്റിയാണ്. ഇതുടഞ്ഞിട്ടുണ്ടെങ്കിലും നല്ലപോലെ നമുക്ക് തവി വച്ച് ഒന്ന് ഉടച്ച് യോജിപ്പിച്ച് കൊടുക്കണം. നല്ല പോലെ ഉടയ്ക്കുക. ഉടച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് വറുത്ത് ഇടാം. അതായത് കടുകും കറിവേപ്പിലയും ചുവന്ന മുളക്, അതായത് ഉണക്കമുളകും കൂടി വറുത്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കഞ്ഞിവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയാണ്. വെജിറ്റേറിയൻസിന് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.